എനിക്കൊരു പ്രസന്റേഷൻ കൊടുക്കണം. നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് വിത്ത് വീഡിയോ പ്രസന്റേഷൻ കൊടുക്കണം. അതുപോലെ ഡ്രാഫ്റ്റ് പ്രസന്റേഷൻ കൊടുക്കണം. പിന്നെ അതിന്റെ മൊത്തം ബ്ലൂ പ്രിന്റ് കൊടുക്കണം എന്താ ചെയ്യുന്നത്. അപ്പോ ഫസ്റ്റില് ആദ്യം പോകേണ്ട വെച്ചാൽ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുക. ആദ്യം ഞാൻ എങ്ങനെയാ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഈ ബട്ടൺ അമർത്തിയതിനു ശേഷം സ്ക്രീൻ ഷെയർ ചെയ്യും. ചെയ്യുന്നുണ്ടോ? ഓക്കെ. എന്നിട്ട് ചെയ്യേണ്ടത് ഗൂഗിളിൽ പോയിട്ട് ഗൂഗിൾ നോട്ട്ബുക്ക് എന്ന് പറയുന്ന സാധനം അടിക്കാം. ഗൂഗിൾ നോട്ട്ബുക്ക് ടൈപ്പ് ചെയ്യണം. നോട്ട്ബുക്ക്, ഗൂഗിൾ നോട്ട്ബുക്ക്. ഓക്കെ, ട്രൈ നോട്ട്ബുക്ക്, അത് തന്നെ എല്ലാം നോക്കും. ആദ്യം മേലെ അടിച്ചു, മേലെ ഫസ്റ്റ് ഗൂഗിൾ നോട്ട്ബുക്ക് എന്ന് അടിക്കും. ഫസ്റ്റ് ക്ലോസ് ചെയ്തോളൂ. ഗൂഗിൾ നോട്ട്ബുക്ക്. ഗൂഗിൾ നോട്ട്ബുക്ക്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ട്രൈ നോട്ട്ബുക്ക് കൊടുക്കും. ഓക്കെ, ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റ് ന്യൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഞാനൊരു കൊട്ടേഷൻ നിനക്ക് അയച്ചു ഒരു വർക്കിന്റെ കാര്യം വെച്ചിട്ട് ആ കൊട്ടേഷന്റെ ഡീറ്റെയിൽസിന്റെ ഒരു പ്രസന്റേഷൻ ആണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പൊ അത് സെലക്ട് ചെയ്ത് കൊട്ടേഷൻ ഡൗൺലോഡ് ചെയ്യും. ഓക്കെ, ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അപ്ലോഡ് ചെയ്യും കൊട്ടേഷൻ. ഓക്കെ, ഇനി അതിന്റെ ഇതിനെക്കുറിച്ച് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊട്ടേഷന്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് LED സ്ക്രീൻ 3D സൈനേജ് പറഞ്ഞിട്ടുള്ള അതിന്റെ കൊട്ടേഷൻ വെച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതിന്റെ അതിൽ 4 ഓപ്ഷൻസ് ചെയ്യാൻ പറ്റും നിനക്ക്. ഒന്ന് ഓഡിയോ ഓവർവ്യൂ ഉണ്ട്. ഓക്കെ, ഒന്ന് ക്ലിക്ക് ചെയ്യല്ല. ആ ഓഡിയോ ഓവർവ്യൂ ഇതായി കഴിഞ്ഞാൽ ഇത് രണ്ടാൾ തമ്മിലുള്ള ഡിസ്കഷൻ എങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരിങ്ങനെ പറഞ്ഞു തരുവാണ് ചെയ്യുക. അത് ഇംഗ്ലീഷിലാണ്. അതിനെ കൊണ്ട് നമുക്കൊരു ബിസിനസ്സിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഉള്ളത് വീഡിയോ ഓവർവ്യൂ. അപ്പൊ ഒരു വീഡിയോ പ്രസന്റേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ വീഡിയോ ഓവർവ്യൂ ക്ലിക്ക് ചെയ്താൽ അത് പ്രിപ്പയർ ചെയ്യണത്. ഓക്കെ, ജനറേറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ മൈൻഡ് മാപ്പ് എന്നുള്ള കാര്യമാണ്. അതായത് നമുക്കൊരു കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് പ്രൊജക്ടിന്റെ മൈൻഡ് മാപ്പും കൂടി അതിലേക്ക് ക്ലിക്ക് ചെയ്തോളൂ. അതുകൊണ്ട് ക്ലിക്ക് ചെയ്തോളൂ. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അത് അതിന്റെ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കി തരാം. എന്റെ കൊട്ടേഷന്റെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് വരുന്നത്, കൊട്ടേഷൻ സബ്ജക്ട്, അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് കറക്റ്റ് അതിൽ കാണുന്നത്. ഇപ്പൊ ഇനി അതിലിപ്പോ ഓൾറെഡി LED സ്ക്രീൻ 3D എന്നുള്ള ക്ലിക്ക് ചെയ്ത മൈൻഡ് മാപ്പ് ഓൾറെഡി പ്രിപ്പയർഡ് ആയി അത്. അപ്പൊ ഇനി അത് ക്ലിക്ക് ചെയ്ത താഴത്തുള്ളത് അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ആ കൊട്ടേഷന്റെ സ്ക്രീനിന്റെ അത് മാത്രം ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോ മനസ്സിലാവും. കൊട്ടേഷൻ മാത്രം ക്ലിക്ക് ചെയ്യും. കൊട്ടേഷന്റെ മേലെ ക്ലിക്ക് ചെയ്യും. അവിടെ ഓക്കെ, അവിടെ അല്ല, ഇപ്പുറത്തെ ക്ലിക്ക് അത് തന്നെ. അത് ഫുൾ സ്ക്രീൻ ആക്കുക. മേലേക്ക് വരട്ടെ. ഓക്കെ, ഇനി അതിന്റെ ഏറോന്റെ മേലെ ക്ലിക്ക് ചെയ്യും. ജസ്റ്റ് ഏറോന്റെ മേലെ ക്ലിക്ക് ചെയ്യും. ഏറോന്റെ മേലെ കൊട്ടേഷൻ LED ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഇതാണ് നമ്മളെ കൊട്ടേഷന്റെ ഫയല്. കുറച്ച് സൂം ചെയ്തോളൂ, വലുതായിക്കോളൂ. ഇതാണ് നമ്മളുടെ കൊട്ടേഷന്റെ ഫയല്. അപ്പൊ ഈസി ആയിട്ട് അത് ഒരുപാട് വലുതാക്കില്ല, ചെറുതാക്കുക. ഇനി അതിന്റെ കൊട്ടേഷന്റെ ഡീറ്റെയിൽസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഏരോന്റെ മേലെ ക്ലിക്ക് ചെയ്യുക. ആ കൊട്ടേഷൻ, അതായത് ആ ഫയൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്നുള്ളത് ആ കൊട്ടേഷന്റെ മേലെ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റെസീറ്റ്, സെന്റർ, കൊട്ടേഷൻ ഡീറ്റെയിൽസ്, ഐറ്റം, സർവീസ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഇതിൽ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം അതിന്റെ റെസീറ്റിന്റെ ഇപ്പൊ സെന്റർ ഒക്കെ ഉള്ളതാണെങ്കിൽ അത് ടൈഗറിനായിരിക്കണം വരേണ്ടത്. ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. നമ്മൾ ടൈഗറിന്റെ പേരിലുള്ള കൊട്ടേഷൻ അയച്ചത് സെന്റർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് നോക്കും. അയ്യായിരം. ഓക്കെ, അപ്പൊ അതില് ഡീറ്റെയിൽസ് അയച്ചു തന്നു. ഇത് തൽഹ കോറത്ത് ആണ് സെൻഡ് ചെയ്തിരിക്കുന്നത്. ആപ്ടെക് അഡ്വർടൈസിംഗ് ആണ് സെൻഡ് ചെയ്തിരിക്കുന്നത്. TR നമ്പർ തൽഹ കോറത്ത്, വെബ്സൈറ്റ്, അതൊക്കെ വരുന്നത്. അത് അവിടെ തന്നെ തിരിച്ച് ക്ലിക്ക് ചെയ്തോളൂ. ഓക്കെ,
ഇനി അതിന്റെ മേലെ റെസീറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ടൈഗർ പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ അവരുടെ ഡീറ്റെയിൽസ് ആണെങ്കിൽ അവിടെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അങ്ങനെ കിട്ടി. പിന്നെ ഉള്ളത് നമ്മൾ കൊട്ടേഷൻ ആണ്. കൊട്ടേഷൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കൊട്ടേഷൻ ക്ലിക്ക് ചെയ്തോളൂ. കൊട്ടേഷൻ ക്ലിക്ക് ചെയ്യും. ഓക്കെ, കൊട്ടേഷൻ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ എമൗണ്ട് അതിന്റെ കാര്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. ഐറ്റം സർവീസ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിന് ഐറ്റം ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്തോ. അത് മാറ്റണമെന്നില്ല, കുഴപ്പമില്ല. ഐറ്റം സർവീസിന്റെ LED സ്ക്രീൻ ഹെഡിന്റെ ഡീറ്റെയിൽസുകൾ ഇങ്ങനെ ഓൾറെഡി അതിലേക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അത് LED സ്ക്രീനിന്റെ ഡീറ്റെയിൽസ് അവിടെ ക്ലിക്ക് ചെയ്ത് നോക്കും. മൊത്തം അതിൽ ഐറ്റംസ് വെച്ചാൽ 6 കൊട്ടേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസ്, ഇനി അതിന്റെ ഡീറ്റെയിൽസ് കിട്ടണം. സ്പെസിഫിക്കേഷൻ അതിന്റെ ഡീറ്റെയിൽസ് എടുത്തോ. ഓക്കെ, ഇതിങ്ങനെ ക്ലിയർ ആയിട്ട് ഓരോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി 3D അബുദാബി റെനാൾഡിന്റെ ഡീറ്റെയിൽസ് എന്നെടുത്ത് ഏറ്റവും അടിയിലത്തത്. ഓക്കെ, അബുദാബിയുടെ ഓരോ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണെന്നുള്ള സ്പെസിഫിക്കേഷൻ ഒരുപാട് ചെറുതാകും. ഓക്കെ, ഓരോന്നായിട്ട് ഇങ്ങനെ അതിന്റെ സ്പെസിഫിക്കേഷൻ ആയിട്ട് ഇങ്ങനെ ഓരോന്നിന്റെ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. ഇനി അത് ക്ലോസ് ചെയ്യും. ഇനി എല്ലാം ക്ലോസ് ചെയ്തോളൂ. അത് എല്ലാം അത് ബാക്ക് അടിച്ചാൽ മതി. ബാക്കടി അങ്ങനെ ഓരോന്നോരോന്ന് ചെയ്യണം. ചെറുതാക്ക്, സ്ക്രീൻ ചെറുതാക്ക്. റൈറ്റ് സൈഡിലെ സ്ക്രീൻ ചെറുതാക്കുക. റൈറ്റ് സൈഡിലെ സ്ക്രീൻ ചെറുതാക്കുക. റൈറ്റ് സൈഡിലേക്ക് പോട്ടെ. റൈറ്റ് സൈഡില് അതിന്റെ അപ്പുറം. ഓക്കെ. ഇനി അതിന്റെ ഇതില് നമ്മളിപ്പോ ഓൾറെഡി കൊടുത്തിരിക്കുന്ന ഇത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ഒക്കെ ഉണ്ട്. അതിന്റെ എന്താന്നുള്ളത് നോക്കി നോക്കുന്നു. ഓക്കെ, അതിലിപ്പം ഇപ്പോഴും വീഡിയോ അവിടെ നിന്ന് ഇങ്ങനെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി അതുകൂടാതെ നമ്മൾ 2 ഓഡിയോ ഓവർവ്യൂ കൊടുത്തിരിക്കുന്ന സംഭവം മനസ്സിലായല്ലോ. അത് 2 ആൾക്കാർ തമ്മിലുള്ള ഒരു ഡിസ്കഷൻ ആണ്. ഇപ്പൊ ഒരു സ്റ്റുഡിയോയിൽ ഇരുന്നിട്ടോ 2 ആൾക്കാർ തമ്മിൽ ചെയ്യുന്ന ഡിസ്കഷൻ ആണ് വരിക. അതുകൂടാതെ വീഡിയോ ഓവർവ്യൂകളാണ് നമ്മളിപ്പം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ളത് മൈൻഡ് മാപ്പ് ഓൾറെഡി ക്ലിയർ ആയി മനസ്സിലായല്ലേ. ഇനി അതിന്റെ ഡീറ്റെയിൽസ് റിപ്പോർട്ട് എടുക്കണമെങ്കിൽ ആ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്യും. റിപ്പോർട്ടിന്റെ അവിടെ അതില് ബേസിക് ഡോക്യുമെന്റ്സ് റിപ്പോർട്ട് കിട്ടും, സ്റ്റഡി ഗൈഡ് കിട്ടും, എഫ്ഒ കിട്ടും. അതിന്റെ ഓരോ ഡീറ്റെയിൽ പല ടൈപ്പ് ഓഫ് ഡിഫറെന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസുകൾ കിട്ടും. അത് മനസ്സിലായോ? ഇനി അതുകൂടാതെ ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ അങ്ങോട്ടേക്ക് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തന്നെ ഒരാളോട് ചോദിക്കുന്നത് പോലെ അവിടെ പോയി എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഓരോന്ന് ഇതിനെ കുറിച്ച് നമുക്ക് ഓരോന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും. ഇപ്പം അത് ഇംഗ്ലീഷിലും ചോദിക്കാം, മലയാളത്തിലും ചോദിക്കാം, പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. അതിന്റെ എന്താ ഡൗട്ട് എത്രയാണ്, ഇപ്പൊ ഡൗട്ട് പെട്ടെന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്തു മോഡ്യൂൾ സൈസ് എത്രയാണെന്ന് നിങ്ങൾ ജസ്റ്റ് ചോദിച്ചു നോക്കുക. പിന്നെ അങ്ങനെയുള്ള പല കാര്യങ്ങളും അതിലേക്ക് അതിന്റെ മെയിൻ കോണ്ടന്റ് എത്രയാണ് എമൗണ്ട്, അതിന്റെ ഒരു ക്ലാസിന്റെ ഒരാൾ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് വരുന്നുണ്ടല്ലോ. ആ ഡീറ്റെയിൽസുകളൊക്കെ അതിലേക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ഇതിന്റെ ഇത് വരുന്നത്. ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ്സിലേക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് വീഡിയോ ഓവർവ്യൂ എന്നുള്ള ഇത് ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഇപ്പൊ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സാധനം നമുക്ക് എന്താക്കാം, ഒരു പ്രസന്റേഷൻ ഒരു കമ്പനിക്ക് ഒരു ഡിസൈൻ ചെയ്തിട്ട് പ്രസന്റേഷൻ കൊടുക്കാവുന്ന രൂപത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നല്ല എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ, ക്ലാസ് ഒക്കെ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഈസി ഉള്ളവയാണ് മൈൻഡ് മാപ്പ് എന്നുള്ള ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചു തന്നിരിക്കുന്നത്. ഇതില് ഒരു ഫയൽ അല്ലാതെ 1, 2, 3 ഫയലുകളൊക്കെ അതിലേക്ക് ആഡ് ചെയ്തിട്ട് അതും ചെയ്യാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടല്ലോ. അതിലേക്ക് നോട്ടുകൾ താഴത്ത് കാണിക്കുന്നുണ്ട്. നോട്ട് അതൊക്കെ അതും എന്തൊക്കെയാണ് നോട്ട് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യേണ്ടത് അതൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. താഴെ തന്നെ ഓട്ടോമാറ്റിക്കലി ഇവിടെ കാണുന്നുണ്ടല്ലോ. ഓട്ടോമാറ്റിക്കലി ഇവിടെ ഓട്ടോമാറ്റിക് ചോദ്യം തന്നെ ഓൾറെഡി അതിലേക്ക് ക്രിയേറ്റ് ആയിട്ടും ഉണ്ട്. മനസ്സിലായോ? എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നല്ലോ മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ. ഇനി അതിപ്പോ വീണ്ടും അതിലേക്ക് ജനറേറ്റ്, കാരണം ഇതൊക്കെ അത്യാവശ്യം കുറച്ച് വലിയ ഫയൽ ആയതുകൊണ്ടാണ്
ഇത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം എടുക്കുന്നത്. അതുകൂടാതെ ഇതില് പെയ്ഡ് ആയിട്ടുള്ള മെമ്പർ അല്ലെങ്കിൽ ഫസ്റ്റ് ഒക്കെയാണ് ഫ്രീ കിട്ടുക. 2, 3, 4, 5 കഴിഞ്ഞാൽ വീണ്ടും അതാകും പേയ്മെന്റ് വെർഷനിലേക്ക് ചെയ്യണമെങ്കിൽ മാത്രമേ എന്താവും അത് വർക്ക്ഔട്ട് ആകും. ഓക്കെ, അതിങ്ങനെ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോ ഇതുവരെ എന്തായിട്ടില്ല, റെഡി ആയിട്ടില്ല. ഇനിയിപ്പോ അതില് വേറെ കാര്യങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇതില് പിന്നെ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഇത് ഒരു വീഡിയോ ഫയലായിട്ടാണ്, MP4 ഫയലായിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്തത്. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാല് പിന്നീട് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു പ്രസന്റേഷൻ വേറെ ആൾക്ക് ചെയ്തിരിക്കുന്നത് എങ്ങനെ, അപ്പൊ ഒരു വീഡിയോ ഫയൽ കിട്ടും. ആ വീഡിയോ ഫയൽ കിട്ടി കഴിഞ്ഞാൽ അതിന്റെ പ്രസന്റേഷൻ നമ്മൾ പവർ പോയിന്റില് ഈസി ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ഞാനിപ്പോ ചെയ്തതിന്റെ ഒരു വീഡിയോസ് ഞാനിപ്പോ എന്താക്കി തരാം, ഇതിൽ കാണിച്ചു തരാം. ഓക്കെ, അതിലുള്ളതല്ല എന്റെ വീഡിയോ സ്റ്റോപ്പ് ചെയ്താ. ഓക്കെ, അപ്പൊ അതിൽ ഞാനിപ്പം ചെയ്തിരിക്കുന്ന ലാസ്റ്റ് ഒരു പ്രസന്റേഷൻ എങ്ങനെയാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതായത് ഇതിന്റെ ടൈഗർ ഉണ്ടല്ലോ, സോറി, ആപ്ടെക് ഗ്രൂപ്പ്, ഇതില് നമ്മളിപ്പോ ലാസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രസന്റേഷൻ അത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. അപ്പൊ അതില് അതിന്റെ ഹോം പേജ് ക്രിയേറ്റ് ചെയ്തു. ഇതില് ഇങ്ങനെ ആക്ച്വലി നമ്മളുടെ സ്കോപ്പ് ഓഫ് ഓക്കെ, ഇതിലുള്ള നമ്മള് ചെയ്യേണ്ട വർക്കുകൾ ഇതായിരുന്നു. ഞാനിപ്പം പവർ പോയിന്റിലേക്ക് കാണാൻ കഴിഞ്ഞാല് ഇതില് പവർ പോയിന്റില് ഫസ്റ്റില് എന്താക്കുക, ഈ ഹെഡിങ് കൊടുത്തതിന് ശേഷം രണ്ടാമത് ഇതിലിപ്പോ ഞാനിപ്പോ ഒരു ഹെഡിങ് പവർ പോയിന്റിൽ ക്ലിക്ക് ചെയ്താണ്. ഇതിന്റെ ഒരു ഫസ്റ്റ് കവർ പേജ് ഫോട്ടോ കൊടുത്തു. രണ്ടാമത് അതിലേക്ക് ഈ പറഞ്ഞ ഇതുപോലത്തെ വീഡിയോ ഉണ്ടല്ലോ, അത് ക്രിയേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന വീഡിയോ ഇതിലേക്ക് പ്ലേസ് ചെയ്യാം. പിന്നെ തേർഡ് പേജിൽ ലാസ്റ്റ് നമ്മളുടെ ഈ കവർ പേജും കൂടി കൊടുക്കുക. അതില് ഉള്ളത് ശോഭയുടെ അത് നമ്മൾ ചെയ്തത് ജസ്റ്റ് ട്രാൻസ്ഫോമർ. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു നമ്മൾ പേജ് ഇപ്പോൾ ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രിയേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിൽ ഫസ്റ്റിൽ നമ്മൾ പ്രസന്റേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇൻസേർട്ട് നമ്മളുടെ കമ്പനിയുടെ പേജ് ക്രിയേറ്റ് ചെയ്യാം. കമ്പനിയുടെ പേജ് ഞാൻ ഇതിലേക്ക് ഇപ്പം പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് എപ്പോഴും ഈ പേജ് സ്ക്രീനിന്റെ സൈസിലേക്കായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് കാണാൻ ഒരു വൃത്തികേടായിരിക്കും. അപ്പോൾ അതിന് ഒന്നുകിൽ ഫോട്ടോഷോപ്പിൽ ഇത് സ്ക്രീൻ സൈസിലേക്ക് ആക്കിയതിന് ശേഷം അതിലേക്ക് പ്ലേസ് ചെയ്യാം. തൽക്കാലം ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, വീണ്ടും എന്താക്കുക, ഇവിടുന്ന് ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ്സ് കൊടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ വേറെ സ്ലൈഡ് ഇവിടെ കിട്ടും. ഈ സ്ലൈഡിൽ നമ്മുടെ ലോഗോ വേണമെന്നുണ്ടെങ്കിൽ ലോഗോ ഇതിലേക്ക് ഇതേപോലെ ഡിസൈൻ ചെയ്തിട്ട് ജസ്റ്റ് എല്ലാത്തിൻ്റെയും, കാരണം വെച്ചാൽ അതിന്റെ സൈഡിലൊക്കെ ഈ ഇവരുടെ ഡീറ്റെയിൽസുകൾ വരും, ഗൂഗിൾ നോട്ട്ബുക്കിന്റെ ഡീറ്റെയിൽസുകൾ വരും. അപ്പോൾ അതിൽ വേണമെങ്കിൽ ഇത് എന്ത് ചെയ്താൽ മതി, ഇതിലേക്ക് സൈഡിലേക്ക് നമുക്ക് ഇതേപോലെ നമ്മളുടെ ഐക്കൺ തന്നെ കൊടുക്കാൻ പറ്റും. നമ്മളുടെ കമ്പനിയുടെ ഐക്കൺ തന്നെ കൊടുക്കാൻ പറ്റും. ഞാനത് ലെഫ്റ്റ് സൈഡിലേക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്റെ ആ സ്ക്രീനിലുള്ള അത് ചെയ്ത് റെഡി ആയോ? എവിടെ ക്രിയേറ്റർ ആയോ? സ്ക്രീനിൽ അത് ക്രിയേറ്റ് ആയോ?
ഇതിപ്പോ ഇങ്ങനെ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടോ? ക്രിയേറ്റ് ആയിട്ടുണ്ടോ? ഓക്കെ. ഇനി ഒരു കാര്യം ചെയ്യാം. അപ്പം നിന്റെ സ്ക്രീന് ഷെയർ ചെയ്യാം. നിന്റെ സ്ക്രീൻ ഷെയർ ചെയ്യും. ഞാനിപ്പോ സ്റ്റോപ്പ് ഷെയറിങ് കൊടുത്തിട്ടുണ്ട്. നിന്റെ സ്ക്രീൻ ഷെയർ ചെയ്യും. സ്ക്രീൻ ഷെയർ ചെയ്യാം. അപ്പോ അതിലായതിനു ശേഷം അത് ഇനി ഇങ്ങനെയുള്ള ജനറേറ്റർ ആയത് എവിടെ? ഓക്കെ. ഇനി അത് ഫുൾ സ്ക്രീൻ ആക്കും. അത് കൊടുക്കത്. ഓക്കെ. എന്നാ ഫുൾ സ്ക്രീൻ ആക്കുക. താഴത്ത് നേരെ കുറച്ച് മേലോട്ട്. ഓക്കെ. ഫുൾ സ്ക്രീൻ ആക്കുക. ഇനി പ്ലേ ചെയ്യും. അപ്പോ വോയിസ് ക്ലിയർ ഇല്ല. അപ്പൊ ഒരു കാര്യം ചെയ്യും, അത് ഡൗൺലോഡ് ചെയ്യും. വോയിസ് എനിക്ക് കിട്ടുന്നില്ല. അപ്പൊ അത് ഡൗൺലോഡ് ചെയ്യത് ഡൗൺലോഡ് കൊടുക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രസന്റേഷൻ ഡൗൺലോഡ് സേവ് ചെയ്തത്. ഓക്കെ. സേവ് ചെയ്തതിന് ശേഷം അത് എനിക്ക് അയച്ചു തന്നത്. ഓക്കെ. അപ്ലൈ ചെയ്തോട്ടെ, കുഴപ്പമില്ല. എനിക്ക് അയക്കാതെ ഡൗൺലോഡ് ആയി കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ടാണത്. കാരണം വെച്ചാൽ അത്യാവശ്യം വലുപ്പമുള്ള വീഡിയോ ഫയലല്ല, അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ള ഫയലായിരിക്കും. എവിടത്തും വരെ ഡൗൺലോഡ് ആയി എന്നുള്ളത് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ കംപ്ലീറ്റഡ് ആവും. ഡൗൺലോഡ് കൊടുത്തത് ക്ലിക്ക് ചെയ്തത്. അല്ല, അത് ഡൗൺലോഡ് ആകുന്നില്ല. മേലത്തെ ഭാഗം ഐക്കൺ കാണുന്നില്ലേ? അതിങ്ങനെ ഒരു കറങ്ങി വരണം. അത് റൈറ്റ് സൈഡിലത് കറങ്ങി വരണം. ഫുള്ള് കംപ്ലീറ്റ് ആണ്. ജസ്റ്റ് പ്ലേ ചെയ്യത് ഇപ്പം വരുന്നത് നോക്കാലോ. ആ ഫുൾ സ്ക്രീൻ ആക്കിയിട്ട് പ്ലേ ചെയ്യും. ഓക്കെ. ഇതിന്റെ ഡേറ്റ് സെപ്റ്റംബർ ദിസ് ഡോക്യുമെന്റ്സ് ലുക്ക് പറഞ്ഞിട്ട് ഫുൾ സ്ക്രീൻ ആക്കുക. ഓക്കെ. 2000 ഡോക്യുമെന്റ്സ് ലൈക്ക് സ്റ്റാൻഡേർഡ് ബിസിനസ് കൊട്ടേഷൻ ഫോർ അഡ്വർടൈസിംഗ് മച്ച് മോർ അങ്ങനെ വരുന്നുണ്ട്. മൊത്തം എമൗണ്ട് വന്നിട്ട് 82.4 മില്യൺ ആണ്. ഈ താഴത്തുള്ള ഈ നോട്ട്ബുക്ക് എല്ലാം എന്നുള്ളിടത്ത് എന്താക്കണം, ഇവിടെയൊക്കെ ആപ്ടെക്കിന്റെ ലോഗോസ് വരണം. ഞാനിപ്പോ ആഡ് ചെയ്തിരിക്കുന്ന ആപ്ടെക്കിന്റെ ലോഗോസ് വരണം. അതെങ്ങനെയാ ചെയ്യേണ്ടത് ഞാനൊന്നും കൂടി പറഞ്ഞുതരാം. ഓക്കെ. അതിങ്ങനെ ഇപ്പൊ അതിലേക്ക് വോയിസുകൾ വരുന്നുണ്ടാവും, പക്ഷെ നീ അത് സ്പീക്കർ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇതിൽ കേൾക്കുന്നില്ല. ഓക്കെ. അതിലിങ്ങനെ തന്നെ വന്നു കഴിഞ്ഞാല് പ്ലേ ചെയ്തോളൂ. വല്ല മൂവി കുറച്ച് മുമ്പോട്ടേക്ക് മൂവ് ചെയ്യാം. ഓക്കെ. ഓരോ പ്ലേയേഴ്സ് ബിഗിങ് അതിൽ എന്തൊക്കെയാ ധനാട്ടാ വരേണ്ടത്, മറ്റേ കയറേണ്ടത്, അതിലെല്ലാ വരേണ്ടത്. ഇതിൽ പക്ഷെ ഇതൊക്കെ ചെയ്ത് പേയ്മെന്റ് ടേംസിന്റെ കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിലെല്ലാം ഇത് മൊത്തം എത്ര മിനിറ്റുള്ള വീഡിയോ ആണ് വരുന്നത്? എന്തിനാവശ്യം മ്യൂട്ടാക്കിയിരിക്കുന്നത്? എത്ര മിനിറ്റുള്ള വീഡിയോ ആണ് വരുന്നത്? 5 മിനിറ്റ് കൊണ്ട് ഏകദേശമുള്ള പ്രസന്റേഷൻ 5 to 6 മിനിറ്റ് കൊണ്ട് 6 മിനിറ്റുള്ള ഒരു പ്രസന്റേഷൻ, ചെറിയ പ്രസന്റേഷൻ അതിലേക്ക് എല്ലാം ഓൾമോസ്റ്റ് അതിലേക്ക് കംപ്ലീറ്റഡ് ആയിട്ടുണ്ടാവും. ഇനി ഈ ഫയൽ എനിക്ക് അറ്റാച്ച്ഡ് ഡൗൺലോഡ് ആയിട്ടുണ്ടോ നോക്കുക. ഡൗൺലോഡ് ആയിട്ടുണ്ടോ നോക്കത്. ഡൗൺലോഡ് ചെയ്തതാണ്, വീണ്ടും ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. ഡൗൺലോഡ് ആയിട്ടുണ്ട് അല്ലേ? ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തിട്ട് ഇനി അത് എനിക്ക് വാട്സപ്പിലേക്ക് അയച്ചാ. ഓക്കെ. എന്നിട്ട് സെൻഡ് കൊടുക്കാം. അപ്പൊ അത് 16 MB ഒരു ഫയലാണുള്ളത്. ഏറ്റവും വലിയ ഫയലൊന്നുമല്ല. ഓക്കെ. ഇനി ആ ഫയൽ എനിക്കിപ്പോ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഇനി നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ പവർ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഞാനിവിടെ ഫസ്റ്റ് പേജ് ഇട്ടിട്ടുണ്ട്, സെക്കൻഡ് പേജ്. ഈ സെക്കൻഡ് പേജിലേക്ക് നമ്മൾ എന്താക്കണം, ഞാനിപ്പം ഡിലീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഞാൻ ഇൻസേർട്ട് ചെയ്യാണ്. ഈ വീഡിയോ ഇൻസേർട്ട് ചെയ്യാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ദിസ് ഡ്രൈവ് എന്ന് എടുത്തിട്ട് ഞാൻ അത് ഡൗൺലോഡ് ചെയ്തില്ലേ? ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ നോക്കാം. ഓക്കെ. ഞാനത് ഡൗൺലോഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത്
ഇപ്പൊ ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് 16 MB MP4 ഫയലാണ്. ഓക്കെ, അപ്പൊ ഇതില് കറക്റ്റ് ആയിട്ട് നമുക്ക് എന്താക്കാം അവരുടെ. Hey everyone. Okay. So today we're diving into something that honestly most people would just toss aside, a business quotation. But get this, hidden inside this seemingly boring document is a fascinating story about strategy, negotiation, and some really creative financing. ഇപ്പൊ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈക്ക് എന്താ പറയാ ഒരു ഡീറ്റെയിൽ നമുക്ക് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആഡ് ഇൻ കറക്റ്റ് ആയിട്ട് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ആണ്. അതിലേക്ക് ആ ടൈപ്പ് അതിലേക്ക് ഞാൻ വീണ്ടും സ്ക്രീൻ ഷെയർ ചെയ്യാം. നിന്റെ സ്ക്രീൻ ഷെയർ ചെയ്യും. ഓക്കെ, നിന്റെ സ്ക്രീൻ ഷെയർ ചെയ്യും. സെൻഡ് ദ പ്രൊഡക്ഷൻ ഡീറ്റെയിൽസ് ആൻഡ് പേയ്മെന്റ് ഡീറ്റെയിൽസ് എന്നിട്ട് അതിലേക്ക് വീണ്ടും ടൈപ്പ് ചെയ്ത് അതിലേക്ക് വാ. അതിൽ ലാസ്റ്റ് ടൈപ്പ് ചെയ്ത് മേക്ക് വീഡിയോ ഫോർ പ്രൊഡക്ഷൻ ഡീറ്റെയിൽസ് ആൻഡ് പേയ്മെന്റ് ഡീറ്റെയിൽസ്. Make video for production and payment details. Okay. എനിക്കത് സെൻഡ് കൊടുക്കും. എന്നിട്ട് വീണ്ടും അതിലേക്ക് എന്താക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന വീഡിയോയിലേക്ക് തന്നെ മേക്ക് വീഡിയോ എന്ന് പറഞ്ഞിട്ടില്ല, ഇനി വീഡിയോയുടെ അതിലേക്ക് തന്നെ വരട്ടെ. അത് ക്ലോസ് ചെയ്യും. നേരത്തെ വീഡിയോ ഇതാക്കിയിട്ടില്ലേ, എന്നിട്ട് അതിൽ വീണ്ടും എന്താക്കുക, വീഡിയോ ഓവർവ്യൂ കൊടുക്കുക. അത് ആദ്യം അതിലേക്ക് ഡീറ്റെയിൽസ് വരട്ടെ. അപ്പോൾ അവർ വീണ്ടും വേറെ വീഡിയോ അവർ ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ അതില് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? വീഡിയോ പ്രസന്റേഷൻ ഓവർവ്യൂ ഈസ് നോട്ട് ആക്റ്റീവ് ആണുള്ളത്. ജസ്റ്റ് എല്ലാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാ, ഡീറ്റെയിൽസ് എല്ലാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാ. ഓക്കെ, അത് എനിക്കൊന്ന് വെച്ചാൽ വൺ ടൈം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ ആ ഫസ്റ്റിൽ നമുക്ക് ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യുന്ന സമയത്തിന് അതിന്റെ ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് കൊടുക്കണം. അപ്പൊ അതിലെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഞാനിപ്പോ നീ ഉള്ള അതിലിപ്പോ ചെയ്തിരിക്കുന്നതിന്റെ ഞാനിപ്പോ ഇവിടെ നിന്ന് തന്നെ ഒന്ന് ചെക്ക് ചെയ്തോ കേട്ടോ, എങ്ങനെ ഉണ്ടാവുന്നതല്ല. അത് വരുന്നില്ല, ആക്റ്റീവായിട്ട് വരുന്നില്ല. അപ്പൊ ഒരു കാര്യം ചെയ്ത് അതില് വേറെ അക്കൗണ്ട്, ആ അക്കൗണ്ട് ക്ലോസ് ചെയ്തോളൂ. ഒന്നും കൂടി ക്ലോസ് ചെയ്തോളൂ. അത് ക്ലോസ് ചെയ്യാം, അക്കൗണ്ട് ക്ലോസ് ചെയ്ത് വേറെ പേജ് എടുക്കുക. ഓക്കെ, ഒന്നുകൂടി ടെക്സ്റ്റ് ചെയ്യും, ക്രിയേറ്റ് ന്യൂ കൊടുക്കുക, എന്നിട്ട് അതിലേക്ക് അപ്ലോഡ് ചെയ്യും. ഓക്കെ, അതിൽ ആഡ് ചെയ്യും. എന്നിട്ട് അതിലേക്ക് പിന്നെ സ്ക്രീൻ ഷെയർ ചെയ്യും. സ്ക്രീൻ ഷെയർ ചെയ്യും. ഓക്കെ, എന്നിട്ട് അതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം LED 3D signage quotation. എന്നിട്ട് അവിടെ ടൈപ്പ് ചെയ്യും, സ്റ്റാർട്ട് ടൈപ്പിംഗ് ഉള്ളത് ടൈപ്പ് ചെയ്യും. മേക്ക് മീ വീഡിയോ ഓവർവ്യൂ ഫോർ പ്രൊഡക്ഷൻ ആൻഡ് പേയ്മെന്റ് ഡീറ്റെയിൽസ്. അല്ല, വീഡിയോ ഫോർ ദ മെയിൻലി പ്രൊഡക്ഷൻ, പേയ്മെന്റ് ഡീറ്റെയിൽസ് വേണ്ട. മേക്ക് മീ വീഡിയോ ഓവർവ്യൂ ഫോർ പ്രൊഡക്ഷൻ ഡീറ്റെയിൽസ്. പ്രൊഡക്ഷൻ ആൻഡ് കാറ്റഗറി ബേസിസ് എന്നിട്ട് കൊടുത്താൽ. ഓക്കെ, എൻ്റെ സെൻഡ് കൊടുക്കുക. അപ്പോ ഇനി അതിന് കറക്റ്റ് ആയിട്ടുള്ള നേരത്തെ നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന അത് കറക്റ്റ്, അതിനെ കുറിച്ച് ഇപ്പം പഠിച്ചിട്ടുണ്ടാവും. അതിനെ കുറിച്ചതിന് ശേഷമുള്ളത് അതിൻ്റെതായിട്ടുള്ള അവരതിന്റെ ഡീറ്റെയിൽസുകൾ, പ്രൊഡക്ഷൻ ഓവർവ്യൂ ടോട്ടലി അവർ ചെയ്തു തരും. ഇനി അതില് വീഡിയോ ഓവർവ്യൂ കൊടുക്കുക. ഓക്കെ,
അതിലേക്ക് യു റീച്ച് ഡെയിലി വീഡിയോ അവർ വിൽ ലിമിറ്റ് ബാക്ക് ഓൺ ലെറ്റർ ഓൺ അവർ ഗൈഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യേണ്ട, അതിൽ വേറെ മെയിൽ ഐ ഡി, വേറെ ആളുടെ മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യും. അതിൽ വേറെ മെയിൽ ഉള്ളത്, അതിൽ ആഡ് അക്കൗണ്ട് എടുത്താൽ ഒരൊറ്റ അക്കൗണ്ട് ഇല്ല. അതിലത് വേറെ അക്കൗണ്ട് ഉണ്ടോ? അത് വേറെ അക്കൗണ്ട് ഉണ്ടോ? വേറെ ആളുടെ അക്കൗണ്ട് ഇല്ലല്ലോ. അതാരാണ് പേഴ്സൺ? ആ ഓക്കെ, അതിലടിച്ചോളൂ. വേറെ അക്കൗണ്ട് ഇല്ലത് അതാണ്. ഏതെങ്കിലും നിന്റെ വേറെ മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തോ? വേറെ മെയിൽ ഐ ഡി ഒന്നും അറിയില്ല? ഗൂഗിൾ അക്കൗണ്ടിൽ അറിയില്ല? ഓക്കെ, ഞാനിപ്പോ എന്തായാലും ഇതിലേക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ളതിന്റെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ ഇതിന്റെ ആ വീഡിയോസ് നമുക്ക് വിചാരിച്ച പോലത്തെ വീഡിയോസ് ആയിട്ടില്ല. അപ്പൊ അതിനനുസരിച്ചിട്ട് ആദ്യം ഡീറ്റെയിൽസ് എടുക്കുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ചെയ്യണം. ഇനി ഇതിലേക്ക് വരേണ്ടത് വെച്ചാൽ ഇതിൽ നിന്ന് ഇൻസേർട്ട് കൊടുക്കുക. പിന്നീട് വരേണ്ടതെന്ന് വെച്ചാൽ എന്റെ സ്ക്രീന് കാണുന്നുണ്ടല്ലേ? ഓക്കെ, ഇനി ദിസ് ഡ്രൈവ് നമ്മൾ വീണ്ടും എന്താക്കുന്നത്, നമ്മള് ഇതിന്റെ ഡീറ്റെയിൽസ് ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഇപ്പൊ ഇതിൽ നിന്നുണ്ടാകുന്ന വെച്ചാൽ We are surrounded by giant advertisements literally every single day. Have you ever really stopped to wonder what's behind them? Well, we got our hands on a business quotation for just one of these projects, and today we're going to tear this thing apart. We're going to deconstruct it to uncover it. ഇതിന്റെ ഈ പേജുകൾ നമുക്ക് എന്താക്കണം, ഇത് ഹൈഡ് ചെയ്തോളണം. അപ്പൊ ഇതിൽ എന്താ ചെയ്യേണ്ടത്, ഇതിൽ നിന്നുള്ള ഈ ഉള്ള പേജിലേക്ക് നമുക്ക് പിക്ചേഴ്സ്, അവിടെ വേറെ എന്തെങ്കിലും പിക്ചേഴ്സ് അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോ ഇവിടുന്ന് ഇൻസേർട്ട് പോയിട്ട് ഇതിന്റെ സെയിം ദ ഫുൾ വീഡിയോ ആണ് വരുന്നത്. ഇപ്പൊ ഫുൾ വീഡിയോ എടുത്തിട്ട് ഇവിടുന്ന് ഡ്യൂപ്ലിക്കേറ്റ് സൈഡ് ഇട്ടേക്കുക. ഓക്കെ, വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് സൈഡ് ഇട്ടേക്കുക. ഇതിൽ ഈ വീഡിയോ വരുന്ന കണ്ടില്ലേ, ഇവിടുന്ന് ഇങ്ങനെ പ്ലേ ആയി. അപ്പൊ ഈ ഭാഗത്ത് നമുക്ക് എന്താണ് പേജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ നിന്ന് എന്ത് ചെയ്യുക, ഇൻസേർട്ട് കൊടുക്കുക, ഡ്രൈവ് എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മളെ അഡ്വർടൈസ്മെന്റിനെ എന്താക്കുക, അതിലേക്ക് പ്ലേസ് ചെയ്തിട്ടേക്കുക. ഓക്കെ, അപ്പൊ ഈ പേജ് നമുക്ക് ആവശ്യമില്ല. അപ്പൊ ഫസ്റ്റ് പേജ്, ഈ പേജിന്റെ പിക്ചേഴ്സ് ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത് ഞാൻ ഏറ്റവും താഴത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല. ഇത് ഞാൻ ഏറ്റവും താഴത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഇതാണ് ഫസ്റ്റിലേക്ക് വരിക. ഫസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഇതിലിങ്ങനെയാണ് വരിക, കണ്ടില്ലേ? We are surrounded by giant advertisements literally every single day. But have you ever really stopped to wonder what's behind them? ഇത് രണ്ടും രണ്ട് പേജാണ്. അപ്പൊ ഇതിവിടെ എത്തി കുറച്ച് കഴിഞ്ഞ് ഈ രണ്ടാമത്തെ പേജിലേക്ക് ഈ സാധനമാണ് നമുക്ക് മെയിനായിട്ട് മൈനസ് ആവേണ്ടത്. ഒന്നുകിൽ അത് ഫില്ലായിട്ട് കൊടുക്കുക, എത്ര ഭാഗം കൊടുക്കുക. അപ്പോ ഇത് ഇവിടുന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ട്രിം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ട്രിം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പ്ലേ ചെയ്യാൻ പറ്റും. We are surrounded by giant advertisements literally every single day. But have you ever really stopped to wonder what's behind them? Well, we got our hands on a business quotation for just one of these projects. And today we're going to tear this thing apart. We're going to deconstruct it to uncover a hidden world of heavy duty engineering, complex financing, and a surprising amount of bureaucracy. Let's dig in. I mean, seriously, think about it for a second. അപ്പോ ഇവിടം വരെയുള്ളത് നമുക്ക് ക്രോപ്പ് ചെയ്തോളണം. അപ്പൊ ഇത് പിടിച്ച് ജസ്റ്റ് ഇങ്ങനെ എന്താക്കുക, ഇവിടെ എങ്ങനെയുള്ളത് ഇത്ര വരെ ക്രോപ്പ് ചെയ്താൽ മതി. അപ്പൊ ക്രോപ്പ് ചെയ്തിട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നീ ഇത് ഭാഗം മാത്രമേ പ്ലേ ആണെങ്കിൽ റീപ്ലൈ ചെയ്യാൻ പറ്റൂ. I mean, seriously, think about it for a second. We see them all the time, towering over highways and city streets. But what does it actually take to put one of those things up? ഓക്കെ, അപ്പോ ഇത് ഞാൻ അവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ നമ്പേഴ്സ് അവിടെ നോട്ട് ചെയ്തിട്ടോ. അപ്പോ എന്തത് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫസ്റ്റിലത്തെ വീഡിയോസ് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഫസ്റ്റ് പ്ലേ പോയി കഴിഞ്ഞാൽ We are surrounded by giant advertisements literally every single day. But have you ever really stopped to wonder what's behind them? Well, we got our hands on a business quote to actually take to put one of those things up. ഓക്കെ, ഇതിങ്ങനെ കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അടുത്ത വീഡിയോ ആണ്. അപ്പൊ ഇതിലേക്കുള്ള ഈ നോട്ട്ബുക്ക് കൂടെ വരുന്ന ഈ പേജുകൾ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ
വേറെ ഇതിൽ ലാപ്ടോപ്പ് ഇത് ഈ ലോഗോസ് എടുക്കുക, അവിടെ എന്താക്കുക, അവിടെ ലോഗോ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇത്രയുള്ള പണി. മറ്റേ എനിക്ക് തോന്നുന്നത് ഇത് കുറച്ചും കൂടെ ഒന്ന് വലുതാക്കലാണ് അറ്റം ബെസ്റ്റ്. ഇത് ഫുൾ വലുതാക്കുക. ഓക്കെ, ഫുൾ വലുതാക്കിയിട്ട് മിഡിൽ വെച്ചേക്കുക, അല്ലെങ്കിൽ അതിന്റെ ഫുൾ പേജിലെ കവർ പേജ് കറക്റ്റ് ആയിട്ട് ഇടുക. അപ്പൊ ഇതൊരു വീഡിയോ ആയി. ഇതൊരു വീഡിയോ ഇങ്ങനെ We വന്നിട്ട് are surrounded with those things up. ഓക്കെ, പിന്നീട് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും രണ്ടാമത്തത് വീണ്ടും തുടക്കം തന്നെയാണ് വരിക. We are surrounded by giant അപ്പോ ഇത് നമുക്ക് വീണ്ടും കട്ട് ചെയ്യണം. അപ്പൊ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് ഡ്രോപ്പ് അടിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതല്ല ഈ വീഡിയോന്ന് ഇത് every single day. But have you ever really stopped ഇതിൽ to ട്രിം wonder what's കൊടുത്തു കഴിഞ്ഞാൽ behind them? മനസ്സിലാവും. നമ്മൾ Well, we കൊടുക്കുന്ന got our hands on a 30.7 business quotation എന്നാണ് for just കൊടുക്കുന്നത്. one of these projects. And Well- today we're going to tear this thing apart. അപ്പോ ഇവിടുന്ന് വീണ്ടും നമ്മൾ എന്താക്കുന്നത്, ട്രിം കൊടുക്കുന്ന, വീണ്ടും കട്ട് ചെയ്യുന്ന. കട്ട് ചെയ്യേണ്ടത് ഇവിടെ അപ്പം ജസ്റ്റ് ഇതായി കൊടുക്കണം. ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോസ് വീണ്ടും പ്ലേ ചെയ്യും. അപ്പൊ അതില് ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ 1, 2 കഴിഞ്ഞില്ലേ. ഇപ്പൊ ഈ രണ്ടാമത്തെ പേജിൽ ഈ സാധനം കാണുന്നുണ്ടല്ലേ, നോട്ട്ബുക്കിന്റെ സാധനം വരുന്നുണ്ടല്ലോ. അപ്പൊ അവിടത്തേക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് വീണ്ടും ഇവിടെ നമ്മൾ ആപ്ടെക്കിന്റെ ലോഗോ ചെയ്ത് വെക്കുക. ഇതിങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്യാം. ഇതിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ പ്ലേ ചെയ്തതിനനുസരിച്ചിട്ട് വീണ്ടും ഇതിന്റെ ഇതും ഫുൾ ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇതിൽ ഇങ്ങനെ പ്ലേ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് What is the real, the pure half of the it's not just about putting up one Okay, big second. sign and calling it a day. No. ഇത് സെക്കൻഡ് സൈനൈന്റെ ഡീറ്റെയിൽസ് വരുന്ന നേരത്ത് നമുക്ക് എന്താ ഇവിടെ വേണമെങ്കിൽ ഇൻസേർട്ട് ഒരു പുതിയ ന്യൂ സ്ലൈഡ് കൊടുക്കുക. സ്ലൈഡ് കൊടുത്തതിന് ശേഷം ഇവിടെ സൈനേജിന്റെ ഡീറ്റെയിൽസ് കൊടുക്കും. ഇപ്പം ടൈഗറിന്റെ ആണെങ്കിൽ ടൈഗറിന്റെ, അല്ലെങ്കിൽ ഷോബയുടെ ആണെങ്കിൽ ഷോബയുടെ. നമ്മളിവിടെ എന്താക്കുന്നത്, ഇവിടെ പുതിയ ഡീറ്റെയിൽസ് ആ ഫോട്ടോസ് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പൊ അതൊരു വീഡിയോ, അതിന്റെ ടൈം ലൈനും കുറച്ച് കുറക്കുകയും ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ഒരു ഫോട്ടോഷോപ്പിലോ ആ സൈസിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന സാധനം വെച്ചിട്ട് ഇതിലേക്ക് നമ്മളിങ്ങനെ ഡിസൈൻ ചെയ്തു. ഇതിലെ ഡീറ്റെയിൽസ് ഉള്ളവർ വന്നു. വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പം ഫസ്റ്റ് ഹോം പേജായി, രണ്ടാമത് വീഡിയോ സ്റ്റാർട്ടായി. അപ്പൊ ഇങ്ങനെ ഫസ്റ്റില് ഹോം പേജായി, രണ്ടാമത്തെ വീഡിയോ സ്റ്റാർട്ടായി. What is the real Okay. blueprint? And it makes you wonder, what other blueprints are hiding in plain sight? ഓക്കെ, അത് വന്നതിന് ശേഷം വീണ്ടും എന്താന്ന്, ഇത് ലാസ്റ്റ് ആണ്. ഇത് നമ്മള് ട്രിം ചെയ്തിട്ടില്ല. ഇത് നമ്മള് What is the real, honest to goodness? So the next time you drive, ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. ഇത് കട്ട് ചെയ്യണം. അപ്പോ ഫസ്റ്റിലത്തെ വീഡിയോ ഇങ്ങനെ വന്നു. we are surrounded up. വീണ്ടും ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, രണ്ടാമത് സ്റ്റാർട്ട് What ചെയ്തതിന് is the ശേഷം real, honest to goodness price ഇവിടുന്ന് tag വീണ്ടും for just ട്രിം one? എടുക്കുന്നു. ട്രിം എടുത്തതിന് ശേഷം It's probably a lot more than you ഇത് think. ലാസ്റ്റ് ഇവിടുത്തെ വരെ ഇവിടെ Okay, so here it is, the big number from our document. 449,400 dirhams. Now to put her in the massive unipole billboard, that makes up the ഓക്കെ, ഇത്രയും ഭാഗമാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പം 40.37 ആണ് ഇതിൽ വരുന്ന ഡ്യൂറേഷൻ. അപ്പൊ അവിടെ കട്ട് ചെയ്യുന്നത് നമ്മൾ ട്രിം കൊടുത്തിട്ട് കട്ട് ചെയ്യുന്നു. 4037 എന്നുള്ള. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് അങ്ങോട്ടുള്ളതാണ്. പിന്നെ എന്താന്നത്, document. 449,400 dirhams. Now to ഇത്രയും put that ഭാഗം into കൊണ്ട് കട്ടായി. perspective, that's about $122,000. And remember, ഇതിലേക്കാണ് കൊണ്ടുപോകുന്നത്. document. 400 document. 440 യെസ്, ഇപ്പൊ രണ്ടാമത്തെ ഇത് നമ്മൾ കട്ട് ചെയ്തതാണ്. മൂന്നാമത്തതിലേക്ക്, നാലാമത്തത് വീണ്ടും തുടക്കം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്ത്. കട്ട് ചെയ്ത് എവിടെ കട്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് അതിൽ കട്ട് ചെയ്ത് വന്നിരിക്കുന്ന 3077 ഫുൾ ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് ഫുൾ ആവശ്യമില്ല. ഇവിടെ ഇത്രയുള്ള സെക്കൻഡ് പേജ് വരെയുള്ള ഭാഗത്തേക്ക് മാത്രമേ വേണ്ടൂ. മനസ്സിലായോ?
ഇവിടം വരെ ഓക്കെ കൊടുത്തു. അപ്പൊ ഇനിയുള്ളത് വീണ്ടും അതിലേക്ക് നമ്മളൊരു ഫോട്ടോ പ്ലേസ് ചെയ്തു. ഫോട്ടോ പ്ലേസ് ചെയ്തതിന് ശേഷം വീണ്ടും രണ്ടാമത് ചെയ്യേണ്ടത് വെച്ചാല് വീണ്ടും ട്രിം കൊടുക്കുക. ട്രിം കൊടുത്തു കഴിഞ്ഞാൽ ആ 1 തൊട്ടിട്ടുള്ള ബാക്കിയുള്ള വീഡിയോ ഉണ്ടല്ലോ, ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോ ആണ് വീണ്ടും ഇതിലേക്ക് പ്ലേ ചെയ്യുക. ഇതിലേക്ക് വന്നിട്ട് നമുക്ക് ഒന്നാമത്തെ കാറ്റഗറീസ് 2 വരെ ഇവിടം വരെയുള്ള വീഡിയോസ് അതിലേക്ക് വന്നു. Massive unipole billboard. That makes Okay. അപ്പൊ അതിന് വന്നതിന് ശേഷം ഒന്നാമത്തെ കാറ്റഗറി കൊടുത്തു. ഇനി വേണ്ടത് ഇതൊന്നും കൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് തന്നെ കൊടുക്കുക. എന്ത് ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് കൊടുക്കുക. അപ്പൊ ഇത് കൊടുത്തതിന് ശേഷം വീണ്ടും ട്രിം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയുള്ള ഭാഗമാണ് വരിക. അപ്പൊ ഇനി വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഭാഗം തൊട്ടിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളാണ് നമുക്ക് വരേണ്ടത്. അങ്ങനെ ഓരോന്നോരോന്ന് പിക്ചേഴ്സ് ഇതിലേക്ക് ഓരോ പിക്ചേഴ്സ് ആഡ് ചെയ്യുക, പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക. അങ്ങനെ ലാസ്റ്റിലേക്ക് വന്നതിന് ശേഷം ഇത് ലാസ്റ്റ് വരെ വരും. എന്നിട്ട് ഓക്കെ കൊടുക്കുക. കൊടുത്തതിന് ശേഷം പിന്നീട് വരുന്ന എൻഡിലേക്ക് ഡീറ്റെയിൽസ് എല്ലാം വാട്സാപ്പ് ചെയ്യട്ടാ. ഓക്കെ. എന്നതിന് ശേഷം ഇതിലേക്ക് വരുന്ന ഇവിടെ കൊടുത്തതിന് ശേഷം ഫയലില് ഒന്ന് സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പവർ പോയിന്റിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇനി അല്ലെങ്കിൽ അത് വീഡിയോ ആക്കണമെങ്കിൽ എക്സ്പോർട്ട് കൊടുക്കുക, അതിൽ ജിഫ് ഫയൽ ആക്കാൻ പറ്റും. കൂടാതെ നമുക്ക് യൂട്യൂബിലും മറ്റേ ഇതിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഫുൾ HD ഫയൽ അല്ലെ അൾട്രാ HD 4K കൊടുക്കുക, ജസ്റ്റ് ഫയലോ. അല്ലെങ്കിൽ ഫുൾ HD ഇത് ഓക്കെയാണ്, 4Kന്റെ ആവശ്യമില്ല, അല്ല ഫയൽ സൈസ് കൂടും. അതിന് ശേഷം ക്രിയേറ്റ് വീഡിയോ കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ ഫയലിന്റെ പേര് വെച്ചിട്ട് എന്താക്കുക, ഇതിലേക്ക് സേവ് കൊടുക്കുക. ഈ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫയല് കറക്റ്റ് ആയിട്ട് അതേപോലെ ആയിട്ട് കിട്ടും. ഇതേപോലെ ഈ പ്രസന്റേഷൻ കറക്റ്റ് ആയിട്ട് ചെയ്യണം. മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ. അപ്പൊ ഞാനിത് നമ്മളുടെ റെക്കോർഡ് സ്റ്റോപ്പ് റെക്കോർഡിങ് സ്റ്റോപ്പ് റെക്കോർഡ്